നമ്മൾ തിരുവചനത്തെ കാണുന്നുണ്ട്. പുറപിതാവ് യാക്കോബ് തൻ്റെ മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീര് വീഴുക്കുന്നുണ്ട്. അവന് വേണ്ടി ഈ യാക്കോബ് കണ്ണീര് വീഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആരെയോർത്താണോ കരഞ്ഞത് അവനെ ദൈവം അനുഗ്രഹിക്കുന്നു. ജോസഫിനെ ദൈവം അനുഗ്രഹിക്കുന്നു. അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കി. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും നാം തിരുവചനത്തെ കണ്ടുമുട്ടി ഹന്നയെ കുറിച്ച്. ഹന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞു. അവളുടെ സങ്കടം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൾ സമർപ്പിച്ചു. പിന്നീട് നമ്മൾ കാണുക വചനത്തിൽ പിന്നീട് ഒരിക്കലും മ്ലാനവതിയായി കണ്ടില്ല. എന്തിനു വേണ്ടിയാണോ അവൾ കരഞ്ഞത്, അവളുടെ കണ്ണുനീരിന് ദൈവം അനുഗ്രഹം കൊടുത്തു. അവൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല, ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞാണ് സാമുവേൽ. കണ്ടോ പ്രിയപ്പെട്ടവരെ, അവിടെ അച്ഛനെ ഒരുപാട് സ്പർശിച്ചൊരു വചനമുണ്ട്. I was pouring out my soul to the Lord. എൻ്റെ ഹൃദയം ഉണ്ടല്ലോ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുക. എൻ്റെ ഹൃദയത്തിന് വികാര വിചാരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഒഴുക്കുക. ഇതാണ് ഹന്ന ചെയ്തത്. ഇന്ന് ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ ദീപികാണ്ട് സൗഖ്യാരാധന പങ്കെടുക്കുന്ന മക്കളാണോ, ഓരോ മക്കളും ഈ മണിക്കൂറുണ്ടല്ലോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ, എൻ്റെ വേദനകൾ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ചെന്ന് പറയേണ്ട. ഈ സമയം കർത്താവിന് മുമ്പിൽ നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ, നിന്റെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം തരും. എന്തിനെയോർത്താണോ നീ കരയുന്നത്, കർത്താവ് അതിനെ അനുഗ്രഹമാക്കി മാറ്റും. ഇന്നോളം കർത്താവിന്റെ സന്നിധിയിൽ കണ്ണീര് പൊഴിച്ച കണ്ണീർ തുള്ളികളൊന്നും വൃഥാവിലായിട്ടില്ല. നിന്റെ കണ്ണീർ തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതാ കർത്താവിന്റെ വചനം ഇന്ന് ഈ ആലയത്തിൽ നിറവേറുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നാം തിരുവചനത്തെ കാണുക. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. ഈ അടിമത്തത്തിലായിരുന്ന ജനം വലിയ ക്ലേശങ്ങളിലൂടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ വേദനകളും നൊമ്പരങ്ങളും നിലവിളികളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തി. ഇവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് മോശയെ അയച്ചു. മോശ ഇസ്രായേൽ ജനത്തെ 40 സംവത്സരമുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുക. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തെ എത്തിച്ചു. അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവർക്കൊരു കൽപ്പന നൽകിയ, നിങ്ങൾ സാബത്ത് ആചരിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമായ കർത്താവാണ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നിങ്ങൾ സാബത്ത് ആചരിക്കണമെന്ന്. പഴയ നിയമത്തിൽ 2 രീതിയിൽ സാബത്ത് ആചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, 6 ദിവസം അധ്വാനിച്ചു, 7ാമത്തെ ദിവസം അവർ സാബത്തായി ആചരിച്ചു, വിശുദ്ധ ദിവസമായി അവർ കൊണ്ടാടി. വീണ്ടും നമ്മുടെ തിരുവചനത്തെ കാണുകയാണ്. 6 വർഷം അവർ അധ്വാനിച്ചു, 7ാമത്തെ വർഷം അവർ സാബത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സാബത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഭൂമിയുണ്ടല്ലോ അത് ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇട്ടിരിക്കുക. അത് വിശുദ്ധ വർഷമായി അവർ മാറ്റിയിരിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, 2 രീതിയിൽ പഴയ നിയമത്തിൽ സാബത്ത് ആചരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന്, 6 ദിവസം അധ്വാനിച്ചു, 7ാമത്തെ ദിവസം അവർ സാബത്തായി ദൈവത്തിന്റെ കൂടിയിരിക്കുന്ന, അവർ ഒന്നും ചെയ്യാതെ ദൈവവുമായി അവർ സമ്പാദിക്കുന്ന ദിനങ്ങളാക്കി മാറ്റി. രണ്ടാമത് നമ്മൾ കാണുക, ഈ 6 വർഷം അധ്വാനിച്ചു, 7ാമത്തെ വർഷം അവർ സാബത്ത് പ്രഖ്യാപിച്ചിരിക്കുക. എന്നാൽ നാം തിരുവചനത്തെ കാണുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനം ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ 6 ദിവസം അധ്വാനിച്ചു, 7ാമത്തെ ദിവസം ഞങ്ങൾ അധ്വാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയാ, ഞങ്ങൾ 7ാമത്തെ ദിവസം സാബത്ത് ആചരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം കിട്ടും? ഞങ്ങളുടെ കുടുംബം എങ്ങോട്ട് മുന്നോട്ട് പോകും? അവിടെയാണ് ദൈവമായ കർത്താവ് അവർക്ക് ഉത്തരം കൊടുക്കുന്നത്. നിങ്ങൾ 6 ദിവസം അധ്വാനിച്ചു, അല്ലെങ്കിൽ 6 വർഷം നിങ്ങൾ അധ്വാനിച്ചു, എന്നാൽ നിങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ 6ാമത്തെ ദിവസം ഉണ്ടല്ലോ
ദൈവം നിങ്ങൾക്ക് 3 ഇരട്ടി തന്നിട്ടുണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 ദിവസം അധ്വാനിച്ചു, 6ാമത്തെ ദിവസം നിങ്ങൾക്ക് 3 ഇരട്ടി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടാവും. എന്നാൽ 7ാമത്തെ ദിവസം നിങ്ങൾ സാബത്ത് ആചരിക്കണം. എന്താണ് ദൈവമായ കർത്താവ് പറഞ്ഞേ? നിങ്ങൾ സാബത്ത് ആചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 7ാമത്തെ ദിവസത്തേക്കുള്ളത് ഞാൻ 6ാമത്തെ ദിവസം തന്നിട്ടുണ്ട്, 8ാമത്തെ ദിവസത്തേക്കുള്ളത് ഞാൻ 6ാമത്തെ ദിവസം തന്നിട്ടുണ്ട്, 9ാമത്തെ ദിവസത്തേക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ 8ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും അധ്വാനിച്ചോ, നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് പൊക്കോ, നിങ്ങൾ അധ്വാനിച്ചോ. എന്നാൽ 7ാമത്തെ ദിവസം പൂർണ്ണ വിശ്രമത്തിന്റെ ദിവസമാക്കി മാറ്റണമെന്ന് ദൈവമായ കർത്താവ് വചനത്തിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, പല വ്യക്തികൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത്, എങ്ങനെ ഞായറാഴ്ച ആചരിക്കേണ്ടത്? പല വ്യക്തികളുടെ ചിന്തയുണ്ട്, ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എന്തും കാണിച്ചു കൂട്ടാനുള്ള ദിവസമാണ് ഞായറാഴ്ച എന്ന്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവം സാബത്ത് ആചരിക്കുന്ന മക്കളോട് എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തിലൂടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ എടുത്തു വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വചനം നമ്മൾ ശ്രവിക്കുക. എങ്ങനെയാണ് സാബത്ത് ആചരിക്കേണ്ടത്? ഒന്നാമത് എന്താ പറയുന്നത്? സാബത്തിനെ ചവിട്ടി മിതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാബത്ത് തോന്നിയ പോലെ ജീവിക്കാനുള്ള ദിവസമല്ല, നിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ദിവസമല്ല. സാബത്ത് വിശുദ്ധമായിട്ട് ഓരോ വ്യക്തികളും കുടുംബങ്ങളും ആചരിക്കേണ്ട ദിവസം തന്നെയാണ്. ഇന്ന് ചില കുടുംബങ്ങളിൽ ചില ബ്ലോക്കുകൾ ഇങ്ങനെ കിടക്കുക. ഇതാ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ അവസ്ഥ? എന്നാൽ ദൈവമായ കർത്താവ് പറയുക, ചില നിന്റെ കുടുംബത്തിൽ സാബത്ത് ആചരിക്കുന്നില്ല. ഇത് വിശുദ്ധമായ ദിവസത്തിൽ നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനുള്ള ദിവസമല്ല. ഇത് വിശുദ്ധമായിട്ടുള്ള ദിവസം. അന്നാണ് കട പോയി തുറക്കേണ്ട ദിവസമല്ല, അന്നേ ദിവസം ടൂറ് പോകേണ്ട ദിവസമല്ല, അന്നേ ദിവസം എല്ലാ ജോലികളും ചെയ്തു തീർക്കാനുള്ള ദിവസമല്ല, നിന്റെ ഇഷ്ടം അനുവർത്തിക്കാനുള്ള ദിവസമല്ല ഈ സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വചനം നമുക്കൊന്ന് വായിച്ച് സാബത്തിനെ. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം പറയുക, സാബത്തിനെ സന്തോഷദായകവും കർത്താവിന് വിശുദ്ധ ദിനത്തെ ബഹുമാനവുമായി കണക്കാക്കുക. കണ്ടോ പ്രിയപ്പെട്ടെ, സാബത്തിനെ എങ്ങനെയാ? അത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം. 6 ദിവസം അധ്വാനിച്ചു, എന്നാൽ 7ാമത്തെ ദിവസത്തേക്കുള്ളത് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെന്നേ. നീ സാബത്ത് ആചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം തന്നെ അടുത്ത 3 ദിവസത്തേക്കുള്ള ദൈവം തന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇത് സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ പല ബിസിനസ്സും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പലതിനും മാറ്റിവെച്ചിരിക്കുന്ന ദിവസം എന്താ? എല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കുന്നുണ്ട്, എൻ്റെ എല്ലാ കടമകളും തീർന്നു എന്ന്. എന്നാൽ ക്രിസ്ത്യാനിയുടെ കടമയാണ് ഈ ഞായറാഴ്ച സാബത്ത് ആചരിക്കുക എന്നുള്ളത്. അത് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കണം. അന്ന് പോയി ഓടിച്ചെന്ന് കട തുറക്കാനുള്ളതല്ല,
അന്ന് ആ കാര്യം ഈ കാര്യം ചെയ്തു തീർക്കാനുള്ള ദിവസമല്ല. നിന്റെ ബാലൻസ് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതല്ല. ടൂറ് പോകാനുള്ള ദിവസമല്ല. സാബത്ത് ആചരിക്കേണ്ട ദിവസം. നിന്റെ വഴിയിലൂടെ നടക്കാതെ, നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ, വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെ അതിനെ ആദരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്രായേൽ ജനം ആഘോഷമായി ഈ സാബത്തൊക്കെ ആചരിച്ചതാ. എന്നാൽ അവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? പിന്നീട് അവർ ചിന്തിച്ചു, എന്തിനാ ഭൂമിയൊക്കെ ഇങ്ങനെ വെറുതെ ഇടുന്നേ? ഒരു വർഷം ഭൂമി വെറുതെ ഇടണോ? 6 വർഷം അധ്വാനിച്ചിട്ട് 6 ദിവസം അധ്വാനിച്ച ഞങ്ങൾ ഒരു ദിവസം ഭൂമി വെറുതെ ഇടണോ? ഈ സമയത്ത് ഇവരെന്താ ചെയ്തതെന്നറിയോ? അവര് ഈ സാബത്താചരിക്കാതെ അവർ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി, അവിടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഇറങ്ങി. അങ്ങനെ അവർ 500 വർഷം സാബത്താചരിക്കാതെ ഇസ്രായേൽ ജനം മുന്നോട്ട് പോയി. ഈ സമയത്ത് 500 വർഷങ്ങൾക്ക് ശേഷം ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ഈ സാബത്ത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ആചരിച്ചോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവമായ കർത്താവ് ഇവിടെ വന്നിരിക്കുന്ന ദീപികാന്റെ സൗഖ്യാരാധനയെ പങ്കെടുക്കുന്ന ഓരോ മക്കളോടും ചോദിക്കുക, ഇന്ന് ഞായറാഴ്ചയാണോ? ആണോ? അതെ, ഇന്ന് ഞായറാഴ്ചയാ. ഈ ഞായറാഴ്ച നിങ്ങളോട് ചോദിക്കും ദൈവമായ കർത്താവ്, നീയും നിന്റെ പിതാക്കന്മാരും ഈ സാബത്ത് ആചരിച്ചോ? നീയും നിന്റെ പിതാക്കന്മാരും സാബത്ത് ആചരിച്ചോ? ആ സമയത്ത് ഇസ്രായേൽ ജനത്തിന് ഉത്തരമില്ലാതെ പോയി. കാരണം അവർ ആചരിച്ചിരുന്നില്ല. എന്നാൽ ബൈബിളിൽ കാണാൻ സാധിക്കും, ഈ ഇസ്രായേൽ ജനത്തെ വീണ്ടും ദൈവമായ കർത്താവ് വിപ്രവാസത്തിലേക്ക് കടത്തിവിടാൻ കാരണം എന്താണെന്നറിയോ? ഈ ജനം ഈ 7 വർഷം കൂടുമ്പോൾ 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം അവർ ഈ സാബത്ത് ആചരിക്കാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം വീണ്ടും വിപ്രവാസത്തിലേക്ക് കടന്നു പോകാൻ കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. നമുക്ക് പലപ്പോഴും ഞായറാഴ്ച ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത എല്ലാം ശരിയായി എന്ന് ചിന്തിക്കുന്ന ഒരു കത്തോലിക്കനായി, ഒരു ക്രൈസ്തവനായി നമ്മൾ മാറിയിരിക്കുക അല്ല. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക, 6 ദിവസം അധ്വാനിച്ചു, 7ാമത്തെ ദിവസം നീ സാബത്ത് ആചരിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ഞായറാഴ്ച ആചരിക്കേണ്ടത്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്രിസ്ത്യാനി ഞായറാഴ്ച ആചരിക്കേണ്ടത്. 1 ദൈവാരാധനയ്ക്ക് വേണ്ടി, 2 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരയർത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഞായറാഴ്ച ആചരിക്കേണ്ട 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1 ദൈവാരാധന, 2 ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി. ഞാനിപ്പോഴും ഓർക്കുക, നമ്മുടെ ഇവിടെ മീഡിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോഫി. ഞാൻ ഒരിക്കൽ ജോഫി എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ ജോഫിയോട് ചോദിച്ചു, നാളെ എന്താ പരിപാടി, എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ജോഫി എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അച്ഛാ ഞങ്ങളൊരു കാര്യം ചെയ്യാറുണ്ട്, രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ജോഫിനെ പരിചയമുണ്ട്. ജോഫിയും ഭാര്യയും 3 മക്കളുമുള്ള ഞായറാഴ്ച രാവിലെ ഒരുങ്ങിപ്പോയി വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കും, മക്കളെയൊക്കെ കാറ്റീസിന് വിടും. ഇതിന് ശേഷം ജോഫി എന്താ ചെയ്യാന്നറിയോ? ബിരിയാണി ഉണ്ടാക്കും. ഹല്ലേലൂയ. 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 നല്ല കാര്യമല്ലേ ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണി ഉണ്ടാക്കും. ഇതിന് ശേഷം ഈ ജോഫി പറയുക, മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കും. നല്ല കാര്യമല്ലേ? ഇതിന് ശേഷം ജോഫി പറയുക, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കും, ഞങ്ങൾ 5 പേർക്കല്ല, ഞങ്ങൾ 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കും. ഈ 10 പേർക്ക് ബിരിയാണി ഉണ്ടാക്കിയതിൽ 5 പേരെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 5 പൊതി ഞങ്ങളുടെ കയ്യിൽ പൊതികളാക്കി ഞങ്ങൾ മാറ്റും. 5 പൊതി ഞങ്ങളത് പൊതിഞ്ഞ് എടുക്കും. മക്കളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ തൃശ്ശൂര് ആ ഭാഗത്തേക്ക് ചെല്ലും. ആ പുത്തമ്പള്ളിയുടെ സൈഡിലും അതുപോലെ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. ഭിക്ഷക്കാരായ മക്കൾ നട്ടുച്ച നേരത്ത് ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ ഒരു പൊതി ചോറ് ആ മനുഷ്യന് കൊടുത്തുവിടും. ആ മനുഷ്യന് ഈ ബിരിയാണി കിട്ടിക്കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ എൻ്റെ ഒരു കുഞ്ഞിനെ നോക്കും. അത് മതി അച്ഛാ,
അതൊരു അനുഗ്രഹമല്ലേ? അത് മതിയച്ഛാ, അതൊരു അനുഗ്രഹമല്ലേ? എന്നോട് പറഞ്ഞതാ 5 പേർക്ക് ഞാൻ ഞായറാഴ്ച ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ എന്നോട് പറഞ്ഞതാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. നമ്മളും ഓർക്കണം, ഈ ഞായറാഴ്ച ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസത്തിന് ബല കൊടുക്കണം. ബല കൊടുത്ത് സാബത്ത് ആചരിച്ചോ, അതൊന്നും കുടുംബത്തിന് നഷ്ടമല്ല, കുടുംബത്തിനും തലമുറകൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകും. നീ സാബത്ത് ആചരിക്കാൻ തുടങ്ങിയ നിന്റെ കുടുംബത്തെ കാണാൻ പോകുന്ന എന്താണെന്നറിയോ? ഇതാ, നീ ഒരു ദിവസം ആചരിച്ചു കഴിഞ്ഞ 3 ദിവസത്തേക്കുള്ള ദൈവം തന്നു. 1 വർഷം നീ ആചരിച്ചു കഴിയുമ്പോൾ 3 വർഷത്തേക്കുള്ളത് ദൈവമായ കർത്താവ് നിനക്ക് തന്നത്. ഇസ്രായേൽ ജനം അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അവർ അതിൻ്റെ ബലം മറന്ന് സാബത്ത് ആചരിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം വലിയ വിപത്തിലേക്കും വലിയ അടിമത്തത്തിലേക്കും വിപ്രവാസത്തിലേക്കും പോകേണ്ട വന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ സാബത്ത് ആചരിക്കാതിരിക്കുമ്പോ നമ്മളും അടിമത്തത്തിലേക്ക് പോകും മക്കളെ. ചില കാര്യങ്ങളൊന്നും കുടുംബത്തിൽ ശരിയാവുന്നില്ല. എന്ത് ചെയ്താലും കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല, കെട്ടുകൾ അഴിയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അച്ഛൻ വ്യക്തമായിട്ട് പറയാം, ക്രൈസ്തവരായ നമ്മൾ സാബത്തിന് വില കൊടുക്കാത്തതുകൊണ്ടാണ്. ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം, ഒരുങ്ങി വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം. അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞ ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കണം, ബൈബിള് വായിക്കണം, വ്യക്തിപരമായി ഈശോയുമായുള്ള ബന്ധമൊക്കെ പുലർത്തണം. ഇതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ ഒരു വൃദ്ധസദനത്തിലേക്കോ ഒരു അനാഥാലയത്തിലേക്കോ അല്ലെങ്കിൽ വൃദ്ധരായ വൈദികർ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രീസ്റ്റ് ഹോമിലേക്കോ നിങ്ങളൊന്ന് കടന്നു സാധിക്കുന്നവരൊക്കെ വൃദ്ധരായ വൈദികർ താമസിക്കുന്ന ആ പ്രീസ്റ്റ് ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ എത്രയോ കുമ്പസാരങ്ങൾ കേട്ട് നിനക്ക് പാപമോചനം നൽകിയ വൈദികര ഇന്ന് ആ കട്ടിലിൽ കിടക്കുന്നേ. ഒരുപക്ഷെ എത്രയോ വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച വൈദികര ഇന്ന് അവിടെ കിടക്കുന്നേ. ഒരുപക്ഷെ നിന്റെ വിവാഹം ആസ്വദിച്ച് നിന്റെ കുഞ്ഞിന് ആദ്യ കുർബാന സേവനം കൊടുത്ത വൈദികര അവിടെ കിടക്കുന്നേ. ആ വൈദികന്റെ അടുക്കൽ ചെന്ന് കുറച്ചു നേരമൊക്കെ ആ വൈദികരോട് സംസാരിച്ച് പോരാൻ നേരത്തെ ആ വൈദികന്റെ കയ്യിൽ നിന്നൊരു ആശീർവാദം സ്വീകരിച്ച് നിനക്കൊന്ന് പോരാൻ സാധിക്കുകയോ? ഒരു അനാഥാലയത്തിലേക്ക് നീ കിടന്നിയല്ലേ, അവിടെ കാണാൻ സാധിക്കും വൃദ്ധരായ അപ്പനെയും അമ്മയെയും. അവരെ കാണുമ്പോൾ അവിടെ അടുക്കലൊക്കെ ഒന്ന് കുറച്ചു നേരം ഇരിക്കെ, അവരോടൊക്കെ ഒന്ന് സംസാരിക്കെ. എങ്ങനെയാ നിങ്ങൾ ഇവിടെ വന്നേ എന്നൊന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ മക്കളൊക്കെ ഒന്ന് കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പോരാ നേരത്ത് അവരൊക്കെ ഒരു ആശീർവാദം തരുന്നുണ്ട്. അവരൊക്കെ ഒന്ന് കൺകുളിർക്കെ നമ്മളെ നോക്കുന്നുണ്ട്. അവിടെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടുന്നില്ലേ? ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സാബത്ത് ആചരിക്കേണ്ടത്. അത് വിശുദ്ധമായിട്ടുള്ള ദിവസ, ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദിവസമാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. പഴയ കാരണവന്മാരൊക്കെ പറയും ഞായറാഴ്ച അവരൊന്നും ഈ അധ്വാനിക്കാൻ പോയിരുന്ന വ്യക്തികളല്ല, അവരൊക്കെ സാബത്ത് ആചരിച്ചിരുന്ന വ്യക്തികളാ. അവർക്കറിയാം ഞായറാഴ്ച പോയി കട തുറന്നു കഴിഞ്ഞാൽ ആ പൈസ കിട്ടും, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ ഉള്ളൂ. ഞായറാഴ്ച അതുപോലെ തന്നെ വീടും കെട്ടിടം പണിയും നടത്തും. അവർക്കറിയാം പിന്നീട് അതൊക്കെ ബ്ലോക്ക് ആവുകയുള്ളൂ. ഞായറാഴ്ച അവർ കൃഷി ഇറക്കാൻ പോകുന്നില്ല. കാരണം അവർക്കറിയാം ഇതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ ഞായറാഴ്ച സാബത്ത് ദിവസം, ദൈവാരാധന ദിവസം നമ്മുടെ കാർന്നോന്മാര് അതുപോലെയാണ് സാബത്ത് ആചരിച്ചിരുന്നത്. അതിൻ്റെ അനുഗ്രഹമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ തലമുറകളും തിരിച്ചറിയണം. ദൈവമായ കർത്താവ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഓരോ വ്യക്തികളും സാബത്ത് ആചരിക്കേണ്ടത്. വചനം എടുക്കാം. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 32-ാം തിരുവചനം. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 32-ാം തിരുവചനം. ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെയും സാബത്തിന്റെയും ദിനമായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്രമത്തിന്റെയും സാബത്തിന്റെയും ദിവസമായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ദൈവമായ കർത്താവ് നമുക്ക് വചനം തരികയാണ്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം 23 തിരുവചനം. യെശയ്യാ 66:23. അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുമ്പിൽ ആരാധനയ്ക്കായി വരും, കർത്താവ് അരുളി ചെയ്യുന്നു. കണ്ടോ പ്രിയരെ, വീണ്ടും യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സാബത്ത് മുതൽ സാബത്ത് വരെ ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ് ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 23 അധ്യായം 25 തിരുവചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 23 അധ്യായം 12-13 തിരുവചനങ്ങൾ. പുറപ്പാട് 23:12-13 തിരുവചനങ്ങൾ. 6 ദിവസം ജോലി ചെയ്യുക, 6 ദിവസം ജോലി ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് 7-ാം ദിവസം വിശ്രമിക്കണം, 7-ാം ദിവസം വിശ്രമിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും തുടർന്ന് നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ, നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ, നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വെക്കണം, അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്നും കേൾക്കാൻ ഇടവരരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കുറച്ച് കാലഘട്ടം അമേരിക്കയിലുണ്ടായിരുന്നു, 4-5 വർഷം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു മലയാളം പള്ളി കിട്ടി. ഈ മലയാളം പള്ളിയുടെ പ്രത്യേകത IT ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ വ്യക്തികളാണ്. ഞാൻ ഓരോ ഞായറാഴ്ച അവിടെ വിശുദ്ധ കുർബാനയ്ക്ക് 2 മണിക്കൂർ ഞാൻ എടുക്കാറുണ്ട്. 1 മണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയുടെ മധ്യേ ഞാൻ വചന പ്രഘോഷണം നടത്താറുണ്ട്. എല്ലാവരും തന്നെ ചെറുപ്പക്കാരായ വ്യക്തികളാണ്. പക്ഷേ ആരും തന്നെ 1 മണിക്കൂറൊക്കെ അച്ഛൻ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ട് എന്നെ ആരും മുടക്കാനൊന്നും പോയില്ല. മാർപ്പാപ്പ എത്ര മിനിറ്റാണ് അച്ഛന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞേക്കുന്നത്? 8 മിനിറ്റ്. നിങ്ങൾക്ക് കൃത്യമാണല്ലോ. ഞാൻ പക്ഷെ ഞായറാഴ്ച 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ ദൈവജനത്തെ വ്യക്തമായിട്ട് സഭയുടെ പ്രബോധനം എന്താണ്, ദൈവത്തിന് പരിശുദ്ധാത്മാ വചനത്തിലൂടെ തരുന്നത്, ഇങ്ങനെ കൃത്യമായി ഞാൻ കൽപ്പിച്ച് കൊടുത്തിരുന്നു. പിന്നീട് ഞാൻ കാണുക, ഞായറാഴ്ച അവർ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴുണ്ടല്ലോ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. ഈ ദൈവജനത്തിൻ്റെ കുടുംബങ്ങളെ മാറ്റം വരുന്നത് ഞാൻ കണ്ടു. ഈ ദൈവജനത്തെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വചനത്തിലേക്ക് അവർ കടന്നു വന്നു. സാബത്ത് ആചരിക്കണം, അങ്ങനെയൊക്കെ അവർക്ക് വ്യക്തമായി പ്രബോധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച ദിവസം പിന്നെ അവർ ജോലിക്കൊന്നും പോകാതെയായി. അല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കയിൽ 1 ജോലി 2 ജോലി 3 ജോലിയുടെ പിന്നാലെയൊക്കെ പോകുന്നവരാ. പക്ഷേ അവർക്കിത് വ്യക്തമായി ഉൾക്കാഴ്ച കിട്ടി, സാബത്ത് ആചരിക്കണം. ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ യങ്സ്റ്റേഴ്സായ വ്യക്തികളാണ്. അവിടെ ആകെ ഉണ്ടായിരുന്ന 2-3 വീടുകൾ മാത്രം മലയാളികൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ വാടക വീടുകളിലൊക്കെ താമസിച്ചിരുന്നത്. എന്നാൽ ഈ ദൈവജനം പ്രത്യേകമായി സാബത്തൊക്കെ ആചരിക്കാൻ തുടങ്ങി. അവിടെ കുടുംബങ്ങളൊക്കെ പ്രാർത്ഥനകൾ ഉയർന്നു. ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കാൻ തുടങ്ങി. ദൈവവചനം വായിക്കാനുള്ള ദിവസമാക്കി മാറ്റി. അതുപോലെ ഒരുമിച്ച് ഭക്ഷണം പാകുകയും ചെയ്യും, ഒരുമിച്ച് അവർ പങ്കുവെക്കുകയും ചെയ്യുന്ന ദിവസമാക്കി. ആ ഞായറാഴ്ച ദിവസത്തെ അവർ മാറ്റിവെച്ചു. അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥന, വചനം വായിക്കാനുള്ള സമയം കണ്ടെത്തി. അങ്ങനെയുള്ള ഒരു കുടുംബങ്ങളായി ആ സാബത്താചരണത്തിൻ്റെ ദിവസം ആ കുടുംബം രൂപാന്തരപ്പെട്ടു. ഞാൻ കാണുന്നൊരു സവിശേഷത എന്താണെന്നറിയോ? 3 വർഷം കഴിഞ്ഞ് ഞാൻ ഇടവകയിൽ പോരുന്ന സമയത്ത് ആ ഇടവകയിലെ 95% പേർക്കും സ്വന്തമായിട്ട് ഭവനം ലഭിച്ചു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാൾ വരെ അവർ വാടക വീട്ടിൽ ആയിരുന്ന വ്യക്തികളൊക്കെ ഈ സാബത്ത് ആചരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അവിടെയുള്ള 95% പേർക്കും സ്വന്തമായി ഭവനം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഈ ഞായറാഴ്ച ആചരണം വിശുദ്ധമായിട്ടുള്ള ദിവസം
ഇത് വിശുദ്ധമായിട്ട് നീ ആചരിക്കാൻ തുടങ്ങിയാൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൊടുത്ത വാഗ്ദാനം നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും അവിടെ നിറവേറും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നോളം സാബത്ത് ആചരിച്ച ഒരു വ്യക്തിക്കും ഒരു കുറവും വന്നിട്ടില്ല. സാബത്ത് ആചരിച്ച വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവം അതിന് 3 ഇരട്ടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ലേവ്യയുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം തിരുവചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധമായ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ, ഞാനാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല കുടുംബങ്ങളിലുണ്ടല്ലോ ചില കെട്ടുകള്, ബ്ലോക്കുകള്, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ നീ വില കൊടുക്കാൻ തയ്യാറായാൽ, സാബത്ത് വിശുദ്ധമായി നീ ആചരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ദൈവമായ കർത്താവ് നിന്റെ കുടുംബത്തിൽ ഇടപെടുന്ന കാണാൻ സാധിക്കും. ഈ ബ്ലോക്കുകൾ മാറുന്ന കാണാൻ സാധിക്കും. നിലവിളി കേൾക്കുന്ന ഒരു കർത്താവിന് മുമ്പിൽ ഒരുപക്ഷെ ദൈവമായ കർത്താവ് ഇന്ന് ഈ സമൂഹത്തോട് ചോദിക്കുക, നീയും നിന്റെ പിതാക്കന്മാരും സാബത്ത് ആചരിച്ചോ? ഇസ്രായേൽ ജനത്തോട് ചോദിച്ച ചോദ്യ, നീയും നിന്റെ പിതാക്കന്മാരും സാബത്ത് ആചരിച്ചോ? ആ സമയം അവർക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സാബത്ത് ആചരിച്ചില്ല. അവർക്ക് അതിന് ശിക്ഷ ലഭിച്ചു. അവർ പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് വീണ്ടും പോകേണ്ട വന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചില കുടുംബങ്ങൾ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുക, തടസ്സങ്ങൾ വിട്ടുപോകുന്നില്ല, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ, മക്കളും ജീവിതങ്ങൾക്ക് താറുമാറായി കിടക്കുന്ന അവസ്ഥ. നിന്റെ നിലവിളി ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ മക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം, കർത്താവേ എന്നെ ഓർക്കണമേ, കാരുണ്യപുര കടാക്ഷിക്കണമേ, ഞാനും എൻ്റെ പിതാക്കന്മാരും ചെയ്തു പോയ പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്കും മാപ്പ് തരണമേ. 2 കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിന് മുമ്പിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും നിനക്ക് പിടിക്കാൻ സാധിച്ചാൽ കർത്താവ് നിന്റെ നിലവിളി കേൾക്കും. നിന്റെ കണ്ണീർ തുള്ളികള് കർത്താവ് കാണുന്നുണ്ട് മക്കളെ. ചില കുടുംബത്തിന്റെ തടസ്സങ്ങൾ, ചില കുടുംബത്തെ കടബാധി വിട്ടുപോകാത്ത അവസ്ഥ, ചില കുടുംബം രോഗങ്ങൾ വിട്ടുപോകാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, സ്വന്തമായ ഭവനം പോലും ഇല്ലാത്ത അവസ്ഥ. നിന്റെ നിലവിളിയാ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരണ്ടേ. 2 കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക മക്കളെ. ഇതോടെ കർത്താവിന്റെ സന്നിധിയിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ, കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന കർത്താവ്, കരയുന്നവരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞയക്കുന്ന കർത്താവ്, കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. ഈ ദിവ്യ കാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ നിലവിളി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. അധരം തുറന്ന് ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. അധരം തുറന്ന് വിളിച്ച് മക്കളെ യേശുവേ.